എന്ത് സ്റ്റെപ്പായിരിക്കും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയല്ല എൻ്റെ അച്ഛൻ കാണിച്ചു തരാം. നിങ്ങളെ അച്ഛൻ കാണിച്ചു തരാം. നോക്കിയാട്ടാ, ഇതിങ്ങനെ പിടിക്കുക, ഇങ്ങനെ വൈഡ് ചെയ്യാം, ഇങ്ങനെ പിടിക്കാം. ഞാനാണ് ഡാൻസ് കളിച്ച് വൈറലായ സന്തൂർ ഡാഡി. ഇതാണ് എൻ്റെ മക്കൾ, ദേവിക, അനാമിക. വൈറലായി വരുന്നുണ്ട് അച്ഛാന്ന് പറഞ്ഞപ്പോൾ നോക്ക് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കി വൈറലായി വന്നു. എന്നപ്പോൾ കുറേ കമൻറ്റുകൾ വന്നപ്പോൾ അച്ഛനാണോ, അച്ഛനല്ലേ, ഭർത്താവാണോ, അല്ലെ സംഭവങ്ങൾ കുറെ വന്നിട്ടുണ്ടായിരുന്നു. വയസ്സിനൊത്ത പ്രായം കാണിക്കണില്ല, അതാണ് പ്രശ്നം. പിന്നെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു, 22 വയസ്സിൽ കല്യാണം കഴിച്ചു, 22 വയസ്സിൽ കല്യാണം കഴിച്ചു, 23 വയസ്സിൽ ഞാനുണ്ടായി. ഇപ്പൊ 46 കഴിഞ്ഞു. അച്ഛൻ്റെ കൂടെ എപ്പോഴും പുറത്തു പോകുമ്പോൾ പണ്ടേ പറയും ചേട്ടനാണോ മാമനാണോ എന്നുള്ള ചോദ്യം. അച്ഛനാന്ന് പറയുമ്പോൾ എല്ലാവരും അച്ഛനോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് വൈറലാകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ക്വസ്റ്റ്യനുകൾ വരുന്നൊക്കെ. അപ്പോൾ എന്നിട്ടും അച്ഛനാന്ന് പറയുമ്പോഴും പലരും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക, ഇത് അച്ഛൻ തന്നെയാണോ, പ്രൂഫ് എന്താന്നാ ചോദിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ചോദിക്കുമ്പോൾ ഒക്കെ ചെറുതായിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഞാൻ പെയിൻ്ററാണ്, പെയിൻറ്റിങ് ഡിസൈൻ വർക്കർ കൂടിയാണ്. എൻ്റെ 2 ചേട്ടന്മാരും അതന്നെ. ഞാൻ സ്വന്തമായിട്ട് പെയിൻറ്റിങ് എടുത്തിട്ട് ഞാൻ ഡിസൈൻ വർക്കർ. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഡാൻസ് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 പിള്ളേർ, ചന്ദ്രപ്പയിലെ 3 പിള്ളേരും കൂടിയിട്ട് ഞങ്ങൾ ഒരു ഡാൻസ് സെറ്റ് ചെയ്തു. ഒരു മാഷെ വിളിച്ച് പഠിപ്പിച്ചു. പിന്നെ അവിടുന്ന് പരിപാടികൾ വന്നു, കയറി നിന്ന് കുഴപ്പമൊന്നുമില്ലാണ്ട് നിന്നു. അപ്പോൾ കളിച്ചിരുന്നു. നമ്മളെ നാദൃഷ കൂടെ കളിച്ചു, കലാമണി കൂടെ കളിച്ചു. പല വേദികളും ഞാനൊരു 647 സ്റ്റേജ് കയറി. കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഞങ്ങൾക്കൊരു ചെറുതല്ല, ഏറ്റവും വലിയൊരു വിഷമം എനിക്ക് പറ്റിയത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ മോൻ, എൻ്റെ വലം കൈയാണ് അവൻ. ഞാൻ ഡാൻസ് മാസ്റ്ററായാലും അവൻ എല്ലാ കാര്യം ചെയ്യുന്ന ആൾ. അപ്പോൾ അവൻ്റെ വീട് ഇപ്പുറത്തന്നെ, എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തന്നെ ആണ്. അപ്പോൾ അവൻ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ, അപ്പോൾ ഒരു പകുതി ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എന്നെ ദേഷ്യപ്പെട്ട് അവൻ റോട്ടിലേക്ക് ഇറങ്ങിയാണ്. പക്ഷെ അയ്യപ്പൻ വണ്ടി ഒന്ന് തട്ടി ഇടിച്ചു കൊണ്ടുപോയി. അവനെ കുറച്ച് ദൂരെ കൊണ്ടുപോയി. എൻ്റെ മടി കിടന്നിട്ടാണ് എൻ്റെ ഒരു അനിയൻ മരിച്ചു. അവരോട് ഞാൻ ഡാൻസ് നിർത്തി വെച്ചു. 18 കൊല്ലമായി തൊട്ട് വെച്ചിട്ട്. എൻ്റെ കല്യാണം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കല്യാണമായിരുന്നു. കാരണം തറവാട്ടിൽ കുറേ നാൾക്ക് ശേഷം ഒരു കല്യാണം ഉണ്ടായതല്ലേ. അപ്പോൾ ഡാൻസ് ഫാമിലിയിൽ മിക്കവരും ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ്, കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും. അപ്പോൾ കളിക്കണം എന്തായാലും കളിച്ചിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അച്ഛനും ഞാനും അനിയത്തിയും കൂടി ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കയറണം എന്നുള്ളത്. ഇന്നേ വരെ ഒരുമിച്ച് കളിച്ചിട്ടില്ല. അപ്പോൾ അതെൻ്റെ കല്യാണത്തിന് ആവണം എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 മാസം മുന്നേ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങി. ഞങ്ങൾ കസിൻസ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് തലേ ദിവസമാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയണത്, അച്ഛനക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അച്ഛൻ പ്രഭുദേവയുടെയും മൈക്കിൾ ജാക്സന്റെ ഒക്കെ വലിയ ഫാനാണ്. അപ്പോൾ മുക്കാലൊക്കെ പണ്ട് അച്ഛൻ തകർത്ത് കളിച്ചിരുന്ന ഡാൻസ്. അപ്പോൾ അതിൻ്റെ 2 സ്റ്റെപ്പുകളൊക്കെ എനിക്ക് അനിയത്തിക്കൊക്കെ കാണാപ്പാടാ. അപ്പം അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ കയറ്റിയിട്ടുണ്ട് പാട്ട്. അച്ഛനൊന്ന് കല്യാണത്തിനപ്പം ഒന്ന് വന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൺ ദ സ്പോട്ട് കയറി ഓൺ ദ സ്പോട്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് അങ്ങനെ കളിച്ചതാ. ഞാനിപ്പോൾ പിള്ളേർ കളിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മക്കളെ എനിക്കറിയില്ലോട്ടെ, നിങ്ങൾ കളിച്ചോ, നിങ്ങൾ കളിച്ചിട്ട് നിങ്ങൾ കളിക്കുന്ന പോലെ ഞാൻ കളിക്കുക. അപ്പോൾ ആ കളിയിൽ വല്ല വ്യത്യാസം വരും. എന്താ വെച്ചാൽ നിങ്ങൾ കളിച്ച് നിങ്ങളെ സ്റ്റെപ്പ്, ഞാൻ എൻ്റെ സ്റ്റെപ്പിൽ കളിച്ചോളാം. അതായത് എനിക്ക് കളിക്കാൻ താല്പര്യമില്ല, പക്ഷേ നിങ്ങളെ സന്തോഷത്തിൽ ഞാൻ നിൽക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കയറി എന്നുള്ളു കളിച്ചു. പണ്ട് കണ്ടതായിരുന്നു അച്ഛൻ്റെ ഡാൻസ്. അപ്പൊ അവർക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും അച്ഛൻ്റെ ഡാൻസ് കണ്ടപ്പോ എന്താ എല്ലാവർക്കും സന്തോഷമായി. എൻ്റെ അമ്മ അടക്കം പണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഫയർ ഡാൻസ് കളിക്കുമ്പോൾ. തീയോണ്ടുള്ള ട്യൂബ് ലൈറ്റിൻ്റെ കളിയൊക്കെ കളിക്കും, പൊട്ടിക്കലൊക്കെ. അപ്പം എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ നിർത്തിച്ചാൽ അപ്പം എൻ്റെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്, കളിക്കണം, എൻ്റെ മക്കളായിട്ട് കളിക്കണം. മക്കളല്ലെങ്കിലും ഇപ്പോൾ കല്യാണം കഴിച്ച മോളിപ്പോൾ ഓക്കെ സമ്മതിച്ചു. അവർ വേറെ ടീം, ഈ ടീം തന്നെ ഉണ്ടാക്കി വേറെ അച്ഛനും മക്കളും ഒരു ടീം ഉണ്ടാക്കണം എന്നുള്ള കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 3-4 പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. ഇല്ലാന്ന പോലെ തീരുമാനിച്ചിട്ടില്ല, വന്ന് കെടുക്കുന്നുണ്ട്.
തീരുമാനിച്ചിട്ട് അച്ഛനെ എനിക്ക് പഴയ ഒരു അച്ഛനാക്കി എടുക്കണമെന്നാണ് ആഗ്രഹം. പഴയ ഒരു ട്രൂപ്പ് ഉണ്ട്, അതൊന്നും മെനഞ്ഞ് തട്ടിയെടുക്കണം. ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഡാൻസിങ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ടീം ഉണ്ടായിരുന്നു, പിന്നെ ഡേഞ്ചറസ് ബോയ്സ് എന്ന് പറഞ്ഞ ടീം. അച്ഛൻ ചെറുപ്പത്തിലെ ഇവിടെയുള്ള പിള്ളേർക്കും പിന്നെ ഞങ്ങളെ കസിൻസിലൊക്കെ ഇവിടെ അടുത്തുള്ള പരിപാടികൾക്കൊക്കെ ഉത്സവപ്പറമ്പിലാണെങ്കിലും ഈ പരിപാടിയൊക്കെ വരുമ്പോൾ അച്ഛനെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും, കൊറിയോഗ്രാഫി ചെയ്തിട്ട് ഞങ്ങൾ അച്ഛൻ തന്നെ ഞങ്ങൾ വെച്ച് കയറ്റാറുള്ളത്. എന്നാലും അച്ഛൻ ആ സമയത്ത് കളിക്കില്ല, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. ഞാൻ മാറിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡാൻസിലേക്ക് മാക്സിമം എല്ലാരും കളിക്കും എന്റെ ടീമില്, അല്ലാതെ എന്റെ കുടുംബശ്രീ ഫാമിലി എല്ലാരും കളിക്കും. ഇവരെ കല്യാണത്തിന് തന്നെ ഫാമിലിക്കൊക്കെ ഇത് ഭയങ്കര സംഭവമായിട്ട് മാറി. പിന്നെ ഇവര് റിസപ്ഷൻ അവിടെ വന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഡാൻസ് കളിച്ചിട്ട് അച്ഛൻ ഭയങ്കര സംഭവമായി, എല്ലാവരും ഭയങ്കര സംഭവമായി മാറി. നാട്ടിൽ ഫുള്ളും ഫേമസ് ആണ് ഇപ്പൊ ഇവര്. എന്തായാലും ഞങ്ങളെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഡാൻസ് പഠിക്കാൻ പോണെന്നപ്പോ പറഞ്ഞു നിൽക്കുന്നേ.